ഉക്രൈൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ സെലൻസ്കി പോകാൻ ഒരുങ്ങവേ വ്ളാഡിമിർ പുടിന്റേതായ ഒരു അവസാന മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സമാധാന നിർദ്ദേശം ഉക്രൈൻ പാലിക്കണം, ഇല്ലായെങ്കിൽ മാരകമായ ആക്രമണത്തിന് നിങ്ങൾ ഇരയാകേണ്ടി വരും, ഇനി ഞങ്ങൾ ബലം പ്രയോഗിക്കും എന്ന് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. പറയുക മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. കീവിന് നേരെ ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് റഷ്യ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ മിസൈൽ ആക്രമണമാണ്. മുൻപൊക്കെ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു, എങ്കിലും കീവിന് നേരെയുള്ള ആക്രമണങ്ങൾ കുറവായിരുന്നു, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ തലസ്ഥാന നഗരിക്ക് നേരെ തന്നെ വലിയ ആക്രമണം നടത്തിക്കൊണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് അവർക്ക് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെലൻസ്കി നിൽക്കക്കല്ല് ഇല്ലാതെ റഷ്യയുടെ ഈ കരാർ, അല്ലെങ്കിൽ റഷ്യക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ റഷ്യക്ക് അനുകൂലമായി കരാർ ഒപ്പിടാൻ സാധ്യതകൾ കൂടുതലാണ് എന്നൊരു ഭാഗം കരുതുന്നു. പക്ഷേ സെലൻസ്കി ആകട്ടെ ട്രംപിനെ കാണാൻ പോകുന്നതിന് മുമ്പ് കാനഡ, ജർമ്മനി, ഫിൻലാൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യത്തെ തലവന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. കാരണം ഇവരെല്ലാം സെലൻസ്കിക്ക് പിന്തുണ നൽകുന്നവരാണ്. ട്രംപിനെ നമ്പരുതെന്ന് സെലൻസ്കിയെ ഉപദേശിക്കുന്നവരും ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് സെലൻസ്കി പോകുന്നത്. യുദ്ധം തീരുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും സെലൻസ്കിയെ സംബന്ധിച്ച്, ഉക്രൈനെ സംബന്ധിച്ച് ഈ കരാർ ഒപ്പിട്ടാൽ ഒരു നഷ്ടക്കച്ചവടം തന്നെ ആയിരിക്കും. കാരണം 4 വർഷമായി പടപൊരുതുന്നു. ആ പടപൊരുതുന്നു എന്തിനു വേണ്ടിയായിരുന്നു? അതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, സ്വന്തം രാജ്യത്തിന്റെ കണ്ണായ പ്രദേശങ്ങളൊക്കെ റഷ്യക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടുള്ള ഉഗ്രമായിട്ടുള്ള ഒരു കീഴടങ്ങൽ മാത്രമായിരിക്കും ഈ സമാധാന കരാർ. ന്യൂസ് ഡെസ്ക് മലയാളം.